20 ലക്ഷത്തോളം വോട്ടർമാരെയാണ് SIR വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് മാത്രം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അത് നിലവിലുള്ള വോട്ടർ പട്ടികയുടെ ഏകദേശം 10% അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അതിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ, ഒഴിവാക്കിയതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. പ്രധാനമായും 4 വിഭാഗത്തിൽപ്പെട്ടവരെയാണ് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഒന്നാമത്തേത് മരണകാരണം. മരണപ്പെട്ടവർ ഇപ്പോഴും വോട്ടർ ലിസ്റ്റിൽ തുടരുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ പൂർണ്ണമായിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേത് സ്ഥലം മാറ്റമാണ്. ഒരു വോട്ടർ സ്ഥിരമായിട്ട് മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ BLO ഓഫീസർ അത് റിപ്പോർട്ട് ചെയ്യുകയും നിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നതാണ്. മൂന്നാമത്തേതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അത് ഡ്യൂപ്ലിക്കേഷനാണ്. അതായത് ഒരേ വ്യക്തിക്ക് തന്നെ ഒന്നിലധികം വാർഡുകളിലോ മണ്ഡലങ്ങളിലോ പേരുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. നാലാമത്തെ വിഭാഗം കണ്ടെത്താൻ കഴിയാത്തവരാണ്. ബൂത്ത് ലെവൽ ഓഫീസർ നിലവിലുള്ള അഡ്രസ്സുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ആ അഡ്രസ്സിൽ ഇല്ല എന്ന് കണ്ടെത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്രസ്സേ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്താനേ സാധിക്കാത്ത സാഹചര്യത്തിൽ അതവർ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത്തരം വ്യക്തികളെ പെർമനൻ്റ് ആയിട്ട് തന്നെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാൻ സമയമുണ്ട്. കാരണം 2026 ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക വരുന്നത്. അപ്പോൾ ഇത് പരിശോധിക്കാനായിട്ട് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതുണ്ട്. അപ്പോൾ പലർക്കുമുള്ള പ്രശ്നം ലിങ്കാണ്. ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്കിലൂടെയൊന്നും നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാൻ അറിയില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കേണ്ടതെന്ന വിശദ വിവരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ആണ് ഓണായി കിട്ടുക. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ പോയാൽ വെബ്സൈറ്റ് ലിങ്ക് എന്ന് ചെറുതായി എഴുതിയത് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഈ വെബ്സൈറ്റ് സന്ദർശിക്കുന്നത് കൊണ്ട് തന്നെ ചില സമയത്ത് വെബ്സൈറ്റ് സ്ലോ ആയിരിക്കും, കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഒരു സമയത്ത് ശ്രമിച്ചാൽ മതി. വെബ്സൈറ്റ് ലഭിച്ചാൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ജില്ല സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അസംബ്ലി മണ്ഡലം തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷനാണ്. അത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. മൂന്നാമതായി പാർട്ടി നെയിം എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഏത് ബൂത്തിലാണോ വോട്ട് ചെയ്തത് ആ സ്കൂളിൻ്റെ പേരുണ്ടാവുമല്ലോ. അപ്പോൾ കൃത്യമായിട്ട് ഇതിൽ നിന്ന് നോക്കുക. നിരവധി ബൂത്തുകളുടെ നെയിം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണ് വോട്ട് ചെയ്യാറ് ആ സ്കൂളിൻ്റെ പേരും സ്ഥലത്തിൻ്റെ പേരും ഒക്കെ നോക്കിയിട്ട് അത് കണ്ടെത്തിയിട്ട് ജസ്റ്റ് അതിന് ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് ഡൗൺലോഡിംഗ് ബട്ടൺ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി ഡൗൺലോഡ് ചെയ്ത് കിട്ടിയ ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ എൻ്റെ ബൂത്തിൽ നിങ്ങൾക്ക് കാണാം ഏകദേശം 142ഓളം ആൾക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒഴിവാക്കിയവരുടെ എപ്പിക് നമ്പർ, അതായത് വോട്ടർ ID നമ്പർ, പേര്, പിന്നെ ബന്ധുക്കളുടെ പേര് നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ നമ്മൾ തന്നെയാണെന്ന് ഉറപ്പിക്കാം. ഇനി നമ്മൾ എന്ത് കാരണത്താലാണ് ഒഴിവാക്കപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വലതുഭാഗത്ത് നിങ്ങളൊന്ന് സൂം ചെയ്താൽ കാണാം. ഞാനിപ്പോൾ എടുത്ത ലിസ്റ്റിൽ ആദ്യത്തെ വ്യക്തിയെ ഒഴിവാക്കിയിരിക്കുന്നത് മരണത്താലാണ്. അത് നിങ്ങൾക്ക് അവിടെ ഡെത്ത് എന്ന് എഴുതിയിട്ട് കാണാം. അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തിയെ ഒഴിവാക്കിയിരിക്കുന്നത് അൺട്രാക്കബിൾ ആബ്സെൻ്റ് എന്ന്, അതായത് BLOക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. മൂന്നാമത്തേത് പെർമനൻ്റ്ലി ഷിഫ്റ്റഡ്, അതായത് സ്ഥലം മാറിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാരണത്താൽ ഒഴിവാക്കപ്പെട്ടതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ വ്യക്തികളെയും എന്ത് കാരണത്താലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന വിവരങ്ങൾ ഇതിൽ ലഭിക്കുന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേരാണ് കാണിക്കുക, മറ്റുള്ളവരുടെ പേരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസറെ ബന്ധപ്പെടാം. അപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസറുടെ ഫോൺ നമ്പർ എങ്ങനെയാണ് ലഭിക്കുക വീഡിയോ ഞാൻ മുമ്പേ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ ചെന്ന് നോക്കാം. ഇനി ഈ ലിങ്ക് കിട്ടാത്തവർ യൂട്യൂബ്, നിങ്ങളുടെ ഫോണിലുള്ള യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ FTM ക്രിയേഷൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് FTM ക്രിയേഷൻ്റെ ചാനൽ ലഭിക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേ വീഡിയോ യൂട്യൂബിലും കാണാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് മറ്റൊരു വീഡിയോ കാണിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ആണ്, അതായത് ഇതിൻ്റെ തമ്പനയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. അപ്പോൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് മോർ എന്നൊരു ഓപ്ഷൻ ചെറുതായിട്ട് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ലിങ്ക് താഴെ ഉണ്ടാവും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാൻ പറ്റും. വെബ്സൈറ്റിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ താഴെ പോയിട്ട് ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.